Hello, welcome all. Today I am going to talk about phrase structure in transformative generative grammar by Noam Chomsky. Noam Chomsky in the transformative generative grammar phrase structure എങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന സ്ട്രക്ചർ ജനറേറ്റ് ചെയ്യുന്ന എങ്ങനെ സ്ട്രക്ചർ ജനറേറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് കാണിക്കാം. സോ ഫ്രേസ് എന്ന് പറഞ്ഞാൽ 2 വേർഡ്സ് ഒരു മീനിങ് ഫുൾ ആകുമ്പോൾ ആ 2 വേർഡ്സ് നമുക്കൊരു ഫ്രേസ് ആക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു സെൻറ്റൻസ്, ഫോർ എക്സാമ്പിൾ വൺ സെൻറ്റൻസ് ഇസ് ദ ബോയ് ഈറ്റ്സ് ആൻ ആപ്പിൾ. ദ ബോയ് ഈറ്റ്സ് ആൻ ആപ്പിൾ. ഇപ്പോൾ 2 വേർഡ്സ് വന്ന ഒരു ഫ്രേസ് ആക്കാം. അപ്പോൾ നമുക്ക് നൗൺ ഫ്രേസ് ആക്കാം. ബോയ് എന്നുള്ളത് നൗൺ ആയതുകൊണ്ട് അതിനെ നൗൺ ഫ്രേസ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. എന്നിട്ട് ഈഡ്സ് വേർബ് വന്നു. വേർബ് എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം മുതൽ വേർബ് ഫ്രേസ് ആ ഹോൾ സെൻറ്റൻസ് പിന്നെ വേർബ് ഫ്രേസ് ആക്കിയിട്ടും ഡിവൈഡ് ചെയ്യാം. ഈറ്റ്സ് ആൻ ആപ്പിളിന് വേർബ് ഫ്രേസ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ദ ബോയ് ഈറ്റ്സ് ആൻ ആപ്പിൾ ഒരു ഫുൾ സെൻറ്റൻസിന് 2 ആക്കി ഫസ്റ്റ് ഡിവൈഡ് ചെയ്തു, നൗൺ ഫ്രേസും വേർബ് ഫ്രേസും. പിന്നെയും ഫേർദർ ഡിവൈഡ് ചെയ്യാം, സ്മോളർ യൂണിറ്റ്സ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ഈ നൗൺ ഫ്രേസിന് ദ എന്നുള്ളത് ഡിറ്റർമിനർ ആയിട്ടും ബോയ് എന്നുള്ളത് നൗൺ ആയിട്ടും ഡിവൈഡ് ചെയ്തു. വീണ്ടും നമുക്ക് ഇത് മൊത്തത്തിൽ ഇത് ടോട്ടൽ വേർബ് ഫ്രേസ് ആണ്. ഈറ്റ്സ് ആൻ ആപ്പിൾ സിംഗിൾ ആക്കുകയാണെങ്കിൽ ഈറ്റ്സ് മാത്രം വേർബും വരും, പിന്നെ ആൻ ആപ്പിൾ എന്നുള്ളത് 2 വേർഡ്സ് നൗൺ ഫ്രേസ് ആക്കിയിട്ടും വരും. വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം ഈ നൗൺ ഫ്രേസിന് വീണ്ടും സിംഗിൾ യൂണിറ്റ് ആൻ ആർട്ടിക്കിളും ആപ്പിൾ നൗണായിട്ടും നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, സോ സെക്കൻഡ് എക്സാമ്പിൾ, ദ ഗേൾ പ്ലേസ് വിത്ത് എ ഡോൾ. സോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രേസ് സ്ട്രക്ചർ ഒരു ഫുൾ സെൻറ്റൻസിൽ ഫ്രേസ് തന്നെ 2 വേർഡ്സ് ഒരു ഫ്രേസ് ആവും. ഇപ്പോൾ ദ ഗേൾ ആകുമ്പോൾ ഗേൾ എന്താണോ നൗണാണ്, അതുകൊണ്ടാണ് നൗൺ ഫ്രേസ്. ഇപ്പം വേർബ് ഫസ്റ്റ് വന്നാൽ വേർബ് ഫ്രേസ് ആവും, നൗൺ വന്നുകൊണ്ട് നൗൺ ഫ്രേസ് ആവും. ഇനി പ്ലേസ് എന്ന് വേർബ് വന്നപ്പോൾ ആ വേർബ് വന്ന് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ഹോൾ പിന്നെ ഫുള്ളും അവിടെ വേർബ് ഫ്രേസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ദ ഗേൾ പ്ലേസ് വിത്ത് എ ഡോളിന് ദ ഗേൾ നൗൺ ഫ്രേസും പ്ലേസ് വിത്ത് എ ഡോളിന് വേർബ് ഫ്രേസ് ആക്കിയിട്ടും മാറ്റി. വീണ്ടും ഈ നൗൺ ഫ്രേസിന് സിംഗിൾ യൂണിറ്റ് ആക്കാണ്. ദ ഡിറ്റർമിനറും ഗേള് നൗണും ആക്കി. എന്നിട്ട് ഇപ്പോൾ നൗൺ ഫ്രേസും ഇനി ബാക്കി എല്ലാം വേർബ് ഫ്രേസും വരുന്നുണ്ട്. ഇനി ഈ വേർബ് ഫ്രേസിന് വീണ്ടും ഡിവൈഡ് ചെയ്യാണ്. വേർബ് ഫ്രേസിന് പ്ലേസ് എന്നുള്ള വേർബും വിത്ത് എന്നുള്ള പ്രിപ്പോസിഷനും ആയിട്ട് വരും. ഓക്കെ, വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ഈ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ എ ഡോള് ഇതൊരു നൗൺ ഫ്രേസാണ്. സോ ആദ്യം നൗൺ ഫ്രേസും വേർബ് ഫ്രേസും മൊത്തത്തിലാക്കിയിട്ട് വേർബ് ഫ്രേസ് ഇത്